ഇടുക്കി ഇരട്ടയാറിൽ പോക്സോ കേസിലെ അതിജീവിതയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 17 വയസ്സുകാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ നിലയിലാണ് മൃതദേഹം. കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. സിജോ, ഇത് എപ്പോഴാണ് ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? കൊലപാതകം എന്ന് അനുമാനിക്കാമോ? അമൃത, രാവിലെ 11 മണിയോടെയാണ് ഈ കുട്ടിയെ വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാവിലെ പൊതുവെ താമസിച്ചെഴുന്നേൽക്കുന്ന ഒരു സ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്നവർ പുറത്ത് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് വീട്ടിൽ മടങ്ങിയെത്തിയ മാതാവാണ് ഈ പെൺകുട്ടിയെ കാണാതായതോടുകൂടി മുറിയിൽ വീഴ്ത്തി നോക്കിയത്. അപ്പോഴാണ് അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ടത്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ക്ലിനിക് ഉണ്ട്. അവിടെ എത്തി ഡോക്ടറോട് വിവരം പറയുകയും ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടിയുടെ കഴുത്തിൽ ബെൽറ്റ് മുറുകിയ നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. 2 വർഷം മുമ്പ് ഒരു പോക്സോ കേസിൽ അതിജീവിതയാണ് ഈ പെൺകുട്ടി. നിലവിൽ 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. എന്തായാലും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പരിശോധിച്ചെങ്കിലും വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് ഇതുവരെ എത്താനായി സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഈ പ്രധാനമായും ഇരട്ടയാർ ടൗണിനോട് ചേർന്ന് റോഡിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മുറിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് ആരെങ്കിലും ഒരാൾ കടന്നു വന്നിട്ടുണ്ടോ, പെട്ടെന്ന് കടന്നു വന്ന് പോകാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും സമയത്ത് ഒരാൾ ഈ വീട്ടിൽ വന്നു പോയിട്ടുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. സമീപത്തെ CCTV ദൃശ്യങ്ങളടക്കം തന്നെ പരിശോധിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും എല്ലാം തന്നെ സ്ഥലത്തെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുമുണ്ട്. അമൃത.